ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു മക്രോണി വെച്ച് നല്ല അടിപൊളി ഒരു ഡിഷിന് റെസിപ്പി ആയിട്ട് വന്നിട്ടോ. നല്ലൊരു വെറൈറ്റി ആയ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ അതങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം മക്രോണി വേവിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയ മക്രോണിയാണ് കേട്ടോ. എന്നിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് പകുതി വേവായാൽ പോരാ. നമ്മൾ സാധാരണ ബീഫൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു മുക്കാൽ വേവായിട്ട് ഇറക്കും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം വേവണം കേട്ടോ. ഇതൊരു എന്താ പറയുക, വെജിറ്റബിളൊക്കെ ഇട്ടിട്ടൊരു സലാഡ് പോലെ അങ്ങനെ ഉണ്ടാക്കുന്നത്. നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ഒരു 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം ഞാനൊരു ഊറ്റുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി തണുത്ത് വരട്ടെ. പിന്നെ അതേപോലെ അതിലേക്ക് ചിക്കൻ ആവശ്യമുണ്ട്. ചിക്കൻ നമ്മൾ സാധാരണ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ മസാലയൊക്കെ ഇട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് മസാല വരക്കി വെച്ചതാണ് കേട്ടോ. അത് നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഞാൻ കുറേ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. മോളെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ ചിക്കൻ അവിടുന്ന് ഫ്രൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. അപ്പോൾ അത് നല്ല ചൂട് പോയതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലാണ്ട് അത് കട്ടായി പോവും. പിന്നെ നമ്മളത് ഈ മക്രോണി നന്നായിട്ട് വേവിപ്പിച്ച് ഇറക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ആയിപ്പോട്ടെ, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമോ. ഇപ്പോൾ ചിക്കനും ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏത് ഓയിൽ എടുക്കുന്നത് വെച്ചാൽ ഓയിൽ എടുക്കുക. ഞാൻ വെളിച്ചെണ്ണ എടുത്തത് കേട്ടോ. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതാ എടുക്കുന്നത്, വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തത്. ഇപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയ 2 ക്യാരറ്റ്, അതേപോലെ ക്യാബേജ്, പിന്നെ ഒരു വലിയ 2 സവോള ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇതിലേക്ക് ഇടുമ്പോൾ നമ്മൾ വേവിപ്പിക്കാതെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് വേവിപ്പിക്കാതെ എനിക്ക് എന്തോ ക്യാരറ്റൊക്കെ ഇങ്ങനെ പച്ചക്കറിക്കും മക്കൾക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ നന്നായിട്ട് ചൂടാൻ ശേഷം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് 2-3 മിനിറ്റ് അല്ല 1 മിനിറ്റോളം ഒന്ന് തീ കുറച്ച് വെക്കത്തില്ല, കുറച്ച് വെച്ച് പെട്ടെന്ന് വാടിപ്പോവും. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വലിയവർക്കാകുമ്പോൾ ഇങ്ങനെ ഒന്ന് പച്ചക്ക് കടിച്ചാലും കുഴപ്പമില്ല, മക്കൾ തിന്നാൻ കുറച്ച് മടി കാണിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ അതിന് ശേഷം 4 സൈഡിലൊക്കെ മാറ്റിയ ശേഷം അതേ പാനിൽ തന്നെ 2 മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും അതേപോലെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണേ. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കട്ടെ, മുട്ട കഴിക്കാത്തവർക്ക് ഉണ്ടാവില്ല, അപ്പോൾ ഒഴിവാക്കുക. മുട്ടയും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണും മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ചില്ലി വറുക്കും, ഇങ്ങനെ എന്താ പറയുക, പൊടിച്ചെടുക്കൂലേ, അതേപോലെ ഇട്ട് നന്നായിട്ടൊന്ന് മൊത്തം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച ചിക്കനില്ലേ, അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടോ ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞ് പോരുത്. ഇത് ഇപ്പോൾ കാണുന്ന പരുവമില്ല, അതേപോലെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണ് എന്താ പറയുക, സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എരിവ് നന്നായിട്ട് വേണ്ടവർക്ക് പച്ചമുളകോ കുരുമുളക് പൊടിൻ്റെ അളവൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എരിവ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. കുരുമുളക് പൊടി മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിപ്പിച്ച് തണുപ്പിച്ച് മാറ്റി വെച്ചിട്ട് നന്നായി തണുത്തതിന് ശേഷം കൊടുക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. പിന്നെ അതേപോലെ മക്രോണി വേവിപ്പിച്ച് ഇറക്കിയതിന് ശേഷം നമ്മൾ ഊറ്റി വെക്കുമല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം, തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പൊക്കെ നന്നായിട്ട് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് തണുക്കാൻ മാറ്റി വെക്കാം കേട്ടോ. തണുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി മയോണൈസ് ചേർക്കാനുണ്ട്.
ചൂടോടെ ചേർക്കുമ്പോൾ അതിങ്ങനെ അലിഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു കുറച്ച് സമയം ഒന്ന് ആവി കയറ്റിയിട്ട് നമുക്ക് തണുക്കാൻ മാറ്റി വെക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. തണുക്കാതെ മയോണൈസ് ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെള്ളമായി പോകും. അപ്പം എന്നിട്ട് മയോണൈസ് എത്ര വേണ്ട വെച്ചാൽ ആവശ്യത്തിന് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മൊത്തം ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ തന്നെ എന്താ പറയുക, അതിൽ മല്ലിച്ചപ്പും കൂടെ വേണമായിരുന്നു. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പം ചെയ്യുന്നവർ എന്തായാലും മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണേ. നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് അതിൻ്റെ മുകളിലും കുറച്ച് മയോണൈസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവും ഒക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ചെയ്താൽ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.